ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 19:9. യഹോവ ഭക്തി നിർമ്മലമായത് അതെന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഈ ഒരു സങ്കീർത്തനം വായിച്ചപ്പോഴാണ് ഇങ്ങനെ സ്തോത്രം ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. യഹോവ ഭക്തി എന്താണ്? നിർമ്മലമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊക്കെയും എന്തുണ്ട്? യഹോവയെ അറിയാം അല്ലേ? സ്തോത്രം. യഹോവ ഭക്തിയുള്ളവരാണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരുകൾ. സ്തോത്രം. ദൈവത്തോട് ഭക്തി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ക്രിസ്ത്യാനികളായി ദൈവത്തെ ആരാധിക്കുന്നതും എല്ലാം. പക്ഷെ പലപ്പോഴും പല സാഹചര്യങ്ങളും വേണ്ടത്ര ഭക്തി അല്ലെങ്കിൽ യഹോവയ്ക്ക് ഭക്തി കൊടുക്കുവാൻ അല്ലെങ്കിൽ ഒരു യഹോവ ഭക്തനായി ജീവിക്കുവാൻ പല സാഹചര്യങ്ങളിലും നമുക്ക് കഴിയാത്ത അനുഭവം. സ്തോത്രം. പല സിറ്റുവേഷനുകളിലും ജീവിതത്തിൽ വരുമ്പോൾ, ചില പാപങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ചില പാപങ്ങൾ ചെയ്യുമ്പോൾ അല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ്തോത്രം വരുമ്പോൾ യഹോവ ഭക്തൻ എന്ന ആ ഒരു ഇത് നമ്മൾ എന്ത് ചെയ്യാം? മറന്നു പോവുകയാണ്. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ ആ പ്രാധാന്യം, ആ യഹോവ ഭക്തനാണ് ഞാൻ, എനിക്ക് ഇന്ന തെറ്റ് ചെയ്യാൻ പാടില്ല, എനിക്ക് ഇന്ന പോലെ പെരുമാറാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഞാൻ ഈ ലോകത്തിൽ നിന്ന് എന്താണ് വേർവിട്ട് ജീവിക്കണം. സ്തോത്രം. കാരണം ഞാനൊരു യഹോവ ഭക്തൻ എന്ന് പറയുന്നതിന് എന്താണ്? പലപ്പോഴും നമ്മൾ പല സിറ്റുവേഷനിലും അതെന്ത് ചെയ്യുക? വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുകയോ യഹോവ ഭക്തൻ എന്ന് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? മറന്നു പോവുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വായിച്ച എന്താണ്? യഹോവ ഭക്തി നിർമ്മലമാണ് ദൈവമക്കളെ. അതായത് നമ്മുടെ ജീവിതത്തിലും സ്തോത്ര മലീനതകളെ നമുക്ക് എന്തു വരാം? യഹോവ ഭക്തനാണെങ്കിൽ ആ മലിനീകരണത്തെ നമുക്ക് നിർമ്മലമാക്കുവാൻ കഴിയും. അതായത് ഇപ്പം ഞാൻ എന്താണ്, ഞാനൊരു യഹോവ ഭക്തനാണെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു യഹോവ ഭക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുക യഹോവ ഭക്തയായി ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം എന്താണ് നമ്മൾ പറഞ്ഞ അശുദ്ധമായത് സ്തോത്ര ഹല്ലേലൂയ, അശുദ്ധമായത് ഇപ്പോൾ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വന്നു, മലിനീകരണമായ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അവിടെ ചിന്തിക്കാൻ കഴിയും, ഞാനൊരു യഹോവ ഭക്തൻ, എനിക്ക് ഈ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ചിന്ത വന്നു, ഒരു ദോഷമുള്ളൊരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പം ഞാൻ എന്ത് ചിന്തിക്കാം? ഞാനൊരു യഹോവ ഭക്തനാണെങ്കിൽ എന്ത് ചെയ്യാം? ആ ചിന്ത എനിക്ക് യഹോവ ഭക്തിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മലീകരിക്കാൻ കഴിയും. സ്തോത്രം. അപ്പം മലിനീകരണമായി നമ്മുടെ ജീവിതത്തിൽ, അതായത് അശുദ്ധകരമായ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പലതിനെയും നമുക്ക് നിർമ്മലീകരിക്കാൻ കഴിയും ദൈവമക്കളെ. എന്തുണ്ടെങ്കിൽ? യഹോവ ഭക്തി ഉണ്ടെങ്കിൽ. പുറമേ കാണുന്നതും ഒരു വെള്ള ഉടുപ്പിട്ട് ഞായറാഴ്ച പോകുന്നതും മറ്റുള്ളവർ കാണുക സ്തോത്രം ഉച്ചത്തിൽ ബൈബിൾ വായിക്കുന്നതും സ്തോത്രം മറ്റുള്ളവർ കാണുക ദശാംശം കൊടുക്കുന്നതും മറ്റുള്ളവർ എന്നെ നോക്കുന്നുണ്ട് രീതിയിൽ മുട്ടുകാലായിരുന്ന് പ്രാർത്ഥിക്കുന്നതും സ്തോത്ര പാസ്റ്റർ എന്ത് ചിന്തിക്കുമെന്ന് പറഞ്ഞ് കൈകൾ കൊട്ടി ഭയങ്കര എന്താണ് ഒരു പുറമേ കാണിക്കുന്നത് ഒന്നല്ല ദൈവമക്കളെ യഹോവ ഭക്തി എന്ന് പറയുന്നത്. ദൈവം ഇതൊന്നും അല്ല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യഹോവയായ ദൈവം എന്താണ്? ഹൃദയങ്ങളെ ആരായുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അല്ലേ? ദൈവവചനം നമ്മൾ പഠിക്കുന്ന അങ്ങനെയാണ്. ഇരിമ്യാവിലെല്ലാം പറയും ഹൃദയങ്ങളെ കാണുന്നവനായ ദൈവമാണ്. ഹൃദയങ്ങളെ, അതുപോലെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം 7-ാം സങ്കീർത്തനത്തിന് 9, യഹോവയായ ദൈവം ഹൃദയങ്ങളെ അന്തരീന്ദ്രിയങ്ങളെ എന്ത് ചെയ്യുന്നു? ശോധന ചെയ്തറിയുന്ന ദൈവം. സ്തോത്രം. നീ ഭക്തനാണോ, നീ യഹോവ ഭക്തനാണോ എന്ന് സ്തോത്രം പുറമേ ഉള്ളവർ വിധിക്കേണ്ട കാര്യമില്ല. യഹോവ കാണുന്നുണ്ട്, യഹോവ അറിയുന്നുണ്ട് നീ എപ്രകാരമുള്ള യഹോവ ഭക്തനാണ്, നീ എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. പുറമേ കാണുമ്പോൾ ഒരുപക്ഷെ നിനക്കൊരു അവൾ തന്നെ ഭക്തിയായിട്ടൊന്നുമല്ല ജീവിക്കുന്നത് തോന്നുന്നു, പക്ഷെ എൻ്റെ ഉള്ളറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്ര. നമുക്കറിയാം ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇയ്യോബ് 1-ാം അധ്യായത്തിൽ തന്നെ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞ യഹോവ ഭക്തനായിരുന്നു അവൻ അല്ലേ? യോബിനെ കുറിച്ച് അവിടെ എന്താണ്? യോബിന്റെ യഹോവ ഭക്തനാകുമ്പോൾ അവിടെ ഓരോ കാര്യം, അവൻ ദോഷം വിട്ടകലുന്നവനാണ്, അവൻ ഗുണം ചെയ്യുന്നവനാണ്, അവൻ സ്തോത്ര. ഹല്ലേലൂയ. അപ്പോൾ ഒരു യോബിന്റെ ജീവിതം നമ്മൾ പഠിച്ച യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞവനൊരു യഹോവ ഭക്തൻ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? ദോഷം വിട്ടകന്നു പോകും. സ്തോത്രം. അപ്പൊ പാപം ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ പാപത്തിന്റെ ഒരു പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നേരിടാൻ ഉള്ള ഒരു കാര്യമാണ്, ഒരു വസ്തുതയാണ് യഹോവ ഭക്തി. യഹോവ ഭക്തിയോടുകൂടെ ജീവിക്കുന്ന ഒരു ദൈവ മക്കൾക്ക് ഒരിക്കലും ഒരു ചിന്തയിൽ പോലും ഒരു പാപം ചെയ്യാൻ കഴിയില്ല.
എന്നും പറഞ്ഞ് ആമേ സ്തോത്രം ചിന്തകൾ വരാം, അല്ലെ? ജഡീക ചിന്തകൾ വരാം, പല പല ചിന്തകൾ വരാം. മോഷ്ടിക്കുന്ന ചിന്തകൾ ഒരു പക്ഷെ വരാം. ആമേ സ്തോത്രം പാപം ചെയ്യിക്കുന്ന ചിന്തകൾ വരാം. ലോകപരമായ ചിന്തകൾ വരാം. ഇപ്പോൾ ലോകപരമായി പണത്തിനോടുള്ള ആർത്തിയുള്ള ചിന്തകൾ വരാം. പലതുണ്ട്. ആമേ സ്തോത്രം പലതും വന്നാലും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു യഹോവ ഭക്തന്റെ ഹൃദയത്തിൽ വരും, ഞാൻ എന്താണ്? യഹോവ ഭക്തനാണ്. ആമേ സ്തോത്രം എനിക്ക് ദൈവം എന്തിട്ടിട്ടുണ്ട്? പല ഇടങ്ങളിലും എന്ത് വെച്ചിട്ടുണ്ട്? ഒരു മാറ്റം വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിന് വേർപെട്ട് ജീവിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ആമേ സ്തോത്രം ഇത് പറയുമ്പോൾ തന്നെ ദൈവം എൻ്റെ ഹൃദയത്തിൽ, ഇതൊന്നും ഞാൻ പ്രിപ്പയർ അല്ല, ദൈവം ഇങ്ങനെ എനിക്ക് നൽകിയാണ് ഓരോ വചനങ്ങൾ. ഹല്ലേലൂയ. യഹോവ ഭക്തൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ഇപ്പൊ യഹോവ ഭക്തനുള്ളൊരു പ്രാധാന്യമാണ്. അവൻ നിലവിളിച്ച കേൾക്കുന്ന ഒരു ദൈവമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേ സ്തോത്രം. യഹോവ ഭക്തൻ ദോഷം വിട്ടകന്ന് ജീവിക്കുന്ന ആമേ സ്തോത്രം സകല അല്ലെങ്കിൽ മലിനീകരണം വരുമ്പോൾ അതിനെ യഹോവ ഭക്തിയിലൂടെ തടുത്തു നിൽക്കുന്ന ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യും? ആമേ സ്തോത്രം. ദൈവ പൈതൽ നിലവിളിച്ച യഹോവ കേൾക്കും. ആമേ സ്തോത്രം. ഒരു യഹോവ ഭക്തന് വേണ്ടി ചെവിച്ചായിച്ചിറങ്ങി വരുന്ന ഒരു ദൈവ. നിന്റെ ശബ്ദം കേട്ട ഒരുപക്ഷെ നീ നിലവിളിക്കുന്ന നിലവിളി കേൾക്കുമ്പോൾ പലർക്കും നിന്റെ ശബ്ദം മനസ്സിലായെന്ന് വരികയില്ല. ആമേ സ്തോത്രം. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പല വേദനകളും നിരാശകളും വെച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നോർമലായിട്ട് സംസാരിക്കും. പക്ഷെ നിന്റെ ഒരു ശബ്ദം ഇടറിയാൽ അറിയുന്ന ഒരു 2 കാതുകളുണ്ട്. നിന്റെ ശബ്ദം കേട്ട അല്ലെങ്കിൽ നിന്റെ ശബ്ദം ഇടറിയാൽ അത് തിരിച്ചറിയുന്ന ഒരു ദൈവമക്കളെ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി യഹോവ ഭക്തിയിലൂടെ നമുക്ക് ജീവിച്ചുകൂടാ? ആമേ സ്തോത്രം. ഹല്ലേലൂയ. കാര്യം സാധ്യതകൾക്ക് വേണ്ടി അല്ല നമ്മൾ ദൈവത്തെ വിളിക്കേണ്ടത്. ആമേ സ്തോത്രം. ചിലവർ പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ അറിഞ്ഞിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു കാര്യം, യഹോവേ നീ എൻ്റെ ഈ വിഷയത്തിലൊന്നും ആമേ സ്തോത്രം ഈ വിഷയങ്ങൾക്ക് ഇന്ന വിഷയങ്ങൾക്ക് നീ മറുപടി തന്നാൽ മതി. ആമേ യേശുവിനെ വേണ്ട ആർക്കും. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം. ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നതാ, ഡെയിലി കാര്യങ്ങൾ, ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ ജീവിതത്തിൽ നടന്നു പോകണം. അതിനുവേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതൊന്നും അല്ല ദൈവമക്കളെ യഥാർത്ഥത്തെ യഹോവ ഭക്തി. ആമേ സ്തോത്രം. കഷ്ടത്തിലും ദുഃഖത്തിലും ആമേ സുഖത്തിലും പറയാൻ കഴിയണം. സുഖത്തിൽ മാത്രമല്ല പറയാൻ കഴിയുന്നത് യഹോവ നല്ലവൻ. അത് കഷ്ടകാലത്തിലും ആമേ സ്തോത്രം കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിനക്ക് പറയാൻ കഴിയണം, എൻ്റെ ദൈവം നല്ലവനാണ്. അതൊരു യഹോവ ഭക്തൻ്റെ ഒരു തെളിവാണ്, ഒരു ഗുണമാണത്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. കാരണം എങ്ങനെ പറയാൻ കഴിയും ഒരു ഭക്തൻ അങ്ങനെ കഷ്ടത്തിൽ എൻ്റെ യഹോവ നല്ലവനെന്ന്? കാരണം എങ്ങനെ പറയാം? അവൻ നന്നായി രുചിച്ചറിയുന്ന, എല്ലായ്പ്പോഴും ദൈവത്തെ രുചിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു യഹോവ ഭക്തനെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്നത്. ഏത് സാഹചര്യത്തിൽ എനിക്കൊരു കഷ്ടത വന്നാൽ ദൈവം ഒന്നറിയാതെ എനിക്കിത് ചെയ്യുകയില്ല. ആമേ സ്തോത്രം. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കഷ്ടത ദൈവം ഒരു പോക്കുവഴി വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോകുന്നവരായിരിക്കുന്ന ഒരു യഹോവ ഭക്തൻ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു എന്താണ്? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അല്ലെ? അല്ലെങ്കിൽ യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ യഹോവ ഭക്തി ഉള്ള ഒരു ജീവിതത്തിന് എന്തുണ്ട്? പല കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? നിന്റെ ആയുസ്സിനെ ദീർഘമാക്കും. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പം മനുഷ്യൻ നട്ടോട്ട് ഓടുക, തൻ്റെ ആയുസ്സൊന്നും അല്ലെങ്കിൽ കൂട്ടുവാൻ വല്ല മരുന്നുണ്ടോ? ആമേ സ്തോത്രം. ആയുസ്സിനെ എങ്ങനെയാണെന്ന് വർദ്ധിപ്പിക്കുന്നത്? പല ലൈഫ് സ്റ്റൈൽ എടുക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, പലതും മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഫിസിക്കലും മെൻ്റലും ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. പക്ഷെ അതൊന്നും നിലനിൽക്കുകയില്ല ദൈവമക്കളെ. യഹോവ ഭക്തിയുള്ള അല്ലെങ്കിൽ യഹോവയോട് വേണ്ടത്ര ഭക്തിയുള്ള ഒരു മനുഷ്യൻ്റെ ആയുസ് എന്തായിരിക്കും? ദീർഘമായിരിക്കും. അവൻ്റെ ആയുസ്സിനെ ദൈവം ദീർഘിപ്പിച്ചു കൊടുക്കും. രണ്ടാമത് എന്താണ്? യഹോവ ഭക്തി എന്ത് ചെയ്യണം? ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അതേ ദൈവമക്കളെ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. യഹോവ ഭക്തി എന്ത് ചെയ്യണം? ഉള്ള ഒരു മനുഷ്യൻ ആമേ സ്തോത്രം അവന് ബുദ്ധി ദൈവം നൽകും. നിന്റെ ദൈവം നിനക്ക് സകലത്തിനും ബുദ്ധി ഉപദേശിച്ചു തരും എന്ന് തിരുവചനം വായിക്കുന്നത് പോലെ. ആമേ സ്തോത്രം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി ഉള്ളവന് തൻ്റെ എല്ലാ വിദ്യാഭ്യാസ മേഖലകളും, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആമേ സ്തോത്ര നിങ്ങൾക്ക് വേണ്ടത്ര ബുദ്ധിയില്ലെങ്കിൽ ആമേ സ്തോത്ര ദൈവസന്നിധി പ്രാർത്ഥിക്കും. ദൈവം അതിനുള്ള ബുദ്ധി തുറന്നു തരും. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേ സ്തോത്രം ഞാൻ പഠിച്ച സമയങ്ങളിലൊക്കെ ആമേ സ്തോത്രം ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ, ബുദ്ധിമുട്ടെന്നുള്ളതെന്നല്ല, ഏത് സബ്ജക്റ്റ് ഇപ്പോൾ 1 to 10 അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിച്ച ഏത് ടൈമിൽ ഹല്ലേലൂയ ആമേ സ്തോത്രം ഹല്ലേലൂയ ആദ്യം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും.
ആമേ സ്തോത്ര യഹോവയോട് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ബുദ്ധി തുറന്നു തരണമേ. ആമേ സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ യഹോവ ഭക്തിയുള്ളൊരു ജീവിതത്തിന് മുമ്പോട്ട് വിദ്യാഭ്യാസമായിക്കോട്ടെ എല്ലാ ഇടങ്ങളിലും ദൈവം കരുതും. ആമേ സ്തോത്ര അവനെ ജ്ഞാനമുള്ളവളാക്കി തീർക്കുക. ആമേ സ്തോത്ര ബുദ്ധി ദൈവം നൽകുക. ഹല്ലേലൂയ. ആമേ സ്തോത്ര ഹല്ലേലൂയ. അതേപോലെ ഇയ്യോബ് 4:6 പറയുന്നുണ്ട്, യഹോവ നിന്റെ ഭക്തിയല്ലോ നിന്റെ ആശ്രയം, നിന്റെ നടപ്പിന്റെ നിർമ്മലത. ഹല്ലേലൂയ. അങ്ങോട്ട് നമുക്ക് വായിക്കുമ്പോൾ അങ്ങനെ കാണാം. അപ്പൊ നിന്റെ ഭക്തിയല്ലോ നിന്റെ ആശ്രയം. അപ്പോൾ ഒരു യഹോവ ഭക്തി എന്ന് പറയുന്നത് എന്താ ആക്ച്വലി അവിടെ നമുക്ക് കിട്ടുന്നത്? അത് നമ്മൾക്ക് ദൈവത്തോടുള്ള ഒരു ആശ്രയത്വമാണ് അവിടെ കാണുന്നത്. അതാണ് യഹോവ ഭക്തി എന്നതിൻ്റെ കറക്റ്റ് കാര്യം. ആമേ സ്തോത്ര. ഒരു യഹോവ ഭക്തിയുള്ള ഒരു ദൈവമക്കൾ അവനെന്ത് എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കും. ആമേ ഒരു ഞാൻ ആമേ സ്തോത്രം എന്നെ പൊക്കിയോ അല്ലെങ്കിൽ വലിയ ഇത് കിട്ടാനോ ഒന്നുമല്ല ദൈവമക്കളെ ദൈവം മനസ്സിൽ തരുന്നത് പറയുകയാണ്. ഈവൻ 1 പെൻസിലിന് പോലും ആമേ സ്തോത്രം ഇന്ന് വരെ ഈ നിമിഷം വരെ യഹോവയിൽ ആശ്രയിച്ചിട്ടുള്ളൂ. ഒരു പേനയ്ക്ക് ആയിക്കോട്ടെ കർത്താവ് ഇന്നത് വേണം. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഒരു ഡ്രസ്സിനായാലും കർത്താവ് ഇന്നത് വേണം. ഒരു ജോലിക്കാണെങ്കിലും മുഴുവനും കർത്താവിൽ എന്ത് ചെയ്യുക? ആശ്രയിക്കുക. ആമേ സ്തോത്ര യഹോവ അത് നമുക്ക് നൽകും. ഒരു യഹോവ ഭക്തന്റെ ഏറ്റവും ഇസ്സഡ് എന്തായിരിക്കണം? അവൻ ദൈവത്തിൽ ആശ്രയിക്കണം. മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് കിട്ടാതെ വരുമ്പോഴല്ല ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. ഫസ്റ്റ് ആർക്ക് കൊടുക്കുക? ദൈവത്തിന് കൊടുക്കുക. ബാക്കി ദൈവം നേരെയാക്കും. ഹല്ലേലൂയ. ആമേ സ്തോത്രം ഹല്ലേലൂയ. അപ്പം യഹോവയിൽ ആശ്രയിക്കുക. നിന്റെ സുഖത്തിലായിക്കോട്ടെ നിന്റെ ദുഃഖത്തിലായിക്കോട്ടെ ഏത് സിറ്റുവേഷനിൽ എന്ത് ചെയ്യുക? യഹോവയിൽ ആശ്രയിക്കുക. യഹോവ ഒരു വഴി തുറക്കും എന്നൊരു വിശ്വാസം നമുക്ക് വേണം. ആമേ സ്തോത്ര ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം വായിച്ച എന്താണ്? യഹോവ ഭക്തി നിർമ്മലമാണ് അല്ലേ? യഹോവ ഭക്തി എന്താണ്? നിർമ്മലമാണ്. അതെന്നേക്ക് നിലനിൽക്കുന്നതാണ്. ആമേ സ്തോത്രം. അപ്പം നമ്മൾ ഈ നാളുകളിൽ നമ്മുടെ ഭക്തിക്ക് എവിടെയെങ്കിലും കുറവ് വന്നോ? നമ്മൾ മനുഷ്യരെ കാണിക്കാൻ ഒരു ഭക്തി ആമേ സ്തോത്ര കപടഭക്തി വേഷമാണോ നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്? ആമേ സ്തോത്ര ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞായറാഴ്ച പോകുന്നു എന്നുകൊണ്ടാണോ നീ ചർച്ചയിൽ പോകുന്നത്? ആമേ സ്തോത്ര ഹല്ലേലൂയ. കപടഭക്തിക്കാരെ പോലെ ആകരുതെന്ന് മത്തായി ആമേ സ്തോത്ര സുവിശേഷം മത്തായിൽ നമ്മൾ വായിക്കുന്നു അല്ലെ? ഗിരിപ്രഭാഷണം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം. കപടഭക്തിക്കാരെ പോലെ നീ ആരാധിക്കരുത്, കപടഭക്തിക്കാരെ പോലെ നീ ഉപവാസം ചെയ്യരുത്. ആമേ സ്തോത്ര ഹല്ലേലൂയ. ആമേ മനുഷ്യർ വിളങ്ങേണ്ടത് നമുക്കൊന്നും ചെയ്യുന്നതല്ല യഹോവ ഭക്തി എന്ന് പറയുന്നത്. മനുഷ്യർ എന്തും ചിന്തിച്ചോട്ടെ, ഹല്ലേലൂയ, അവരെന്നെ വിളങ്ങണ്ട. ഒരു യഹോവ ഭക്തൻ അതാ ചിന്തിക്കുന്നത്. യഹോവ ഭക്തന്റെ മറ്റൊരു ഗുണമാണ്, ഞാൻ ഒരു കാര്യം ചെയ്ത മനുഷ്യരെന്നെ പ്രസാദിക്കേണ്ടത് ദൈവം പ്രസാദിച്ചാൽ മതി. മനുഷ്യനെ ബോധിപ്പിക്കാനല്ല ഒരു യഹോവ ഭക്തൻ ഈ ലോകത്ത് ജീവിക്കുന്നത്, യഹോവയെ ബോധിപ്പിക്കാനാണ്. ആമേ സ്തോത്ര. യഹോവയെ പ്രസാദിപ്പിച്ച് ജീവിക്കുക. ആമേ സ്തോത്ര ഹല്ലേലൂയ. ആമേ സ്തോത്ര ഹല്ലേലൂയ. അപ്പൊ ഈ നാളുകളിൽ ഒരു കപടഭക്തി വേഷമാണോ നമ്മളിട്ട് സ്വയം പരിശോധിക്കുക. ആമേ സ്തോത്ര. ഈ വചനത്തിലൂടെ ആമേ സ്തോത്ര. അപ്പൊ യഹോവ ഭക്തിയോടുകൂടി ഇനി നമ്മൾ മുമ്പോട്ട് അതിൻ്റെ എന്താണ് ആ എരിവോടുകൂടെ നമുക്കായിത്തീരണം. ആമേ സ്തോത്ര. യഹോവ എന്നെ തിരഞ്ഞെടുത്തു അല്ലേ? തൻ്റെ ചങ്കിലെ ചോര നൽകി നമ്മളെ ഓരോരുത്തരെ യഹോവ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. ആ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഭക്തിയോടുകൂടെ ജീവിക്കണം. ഹല്ലേലൂയ. ആമേ സ്തോത്ര. പുറമെ കാട്ടിക്കൂട്ടുന്ന ഒന്നും നിലനിൽക്കുകയില്ല ദൈവമക്കളെ. ഉള്ളത്തെ ആരായുന്ന ദൈവമാണ്. ഒരു യഹോവ ഭക്തൻ ദോഷം വിട്ടകന്ന് സകലതും അവൻ എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മലീകരിക്കാൻ പറ്റും. എന്തും ഏത് പാപം വന്നാലും എന്ത് ചെയ്യാൻ പറ്റുമോ? ഒരു യഹോവ ഭക്തന് തൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ തന്നെ നിർമ്മലീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ആമേ സ്തോത്രം. എവിടെയെങ്കിലും എൻ്റെ യഹോവ ഭക്തിക്ക് കോട്ടം തട്ടുന്ന ഒന്നും ഞാൻ ചിന്തിക്കുകയില്ല, എൻ്റെ യഹോവ ഭക്തിക്ക് കോട്ടം പറ്റുന്ന ഒന്നിലും ഞാൻ ഏർപ്പെടുകയില്ലെന്നൊരു പുതിയൊരു തീരുമാനം നമുക്ക് എടുക്കാം. ഹല്ലേലൂയ. അതെന്നും നിലനിൽക്കുന്നതാണ്. ആമേ സ്തോത്രം. അതുണ്ടെങ്കിൽ നിന്റെ ആയുസ് ദീർഘമാക്കും, നിന്റെ ജ്ഞാനം വർദ്ധിപ്പിച്ചു തരും, നിന്റെ പ്രാർത്ഥന കേൾക്കും ദൈവം. ഹല്ലേലൂയ. യഹോവ ഭക്തന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിറവേറ്റി തരും. എത്രയൊക്കെയോ അനുഗ്രഹങ്ങളെ ദൈവമക്കളെ നമുക്ക് വെച്ചിരിക്കും. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കാണുന്നുണ്ട്, ബൈബിളിൽ കാണുന്നുണ്ട്, പക്ഷെ അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാതെ അങ്ങ് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ അല്ലേ? അപ്പൊ ഈ നാളുകളിൽ ആമേ സ്തോത്ര തന്നെത്താൻ ദൈവസന്നിധി ഏൽപ്പിക്കുക. യഹോവ ഭക്തിയോടുകൂടെ നമുക്ക് ജീവിക്കാം ദൈവമക്കളെ. അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരും. ദൈവം നമ്മളോട് കൂടെ ഇരിക്കും, ഒരു കൂട്ടുകാരനെ പോലെ. ആമേ സ്തോത്രം. ഒരു
സുഹൃത്തായി നമുക്ക് ദൈവത്തെ കണ്ടൂടെ? ഒരു ഉറ്റ സുഹൃത്തായിട്ട് ദൈവസന്നിധിയിൽ ആ യേശോപ്പയോടുകൂടെ പറ്റി നമുക്കിരിക്കാം. അപ്പം സ്തോത്രം അങ്ങനെ പറ്റിയിരുന്ന നീ പിന്നെ ആരെയാണ് ഭയപ്പെടേണ്ട? ആരെയും ഭയപ്പെടേണ്ട. നിന്റെ ജീവിതത്തിൽ എന്തും വന്നോട്ടെ, നോക്കുവാൻ ഒരു ഉറ്റ സുഹൃത്ത് എനിക്കുണ്ട്, ഒരു അപ്പൻ എനിക്കുണ്ടെന്നൊരു ബോധ്യം നമുക്ക് വരും. ഒരു യഹോവ ഭക്തന്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ ഈ നാളുകളിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു യഹോവ ഭക്തിയോടുകൂടി അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത്, ഹല്ലേലൂയ, കഷ്ടങ്ങൾ വരും. ചിലപ്പോൾ യഹോവ ഭക്തിയോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പിശാച് പല തടസ്സങ്ങൾ കൊണ്ടുവരാം, പല പ്രശ്നങ്ങൾ കൊണ്ടുവന്നേക്കാം. അതിലൊന്നും പതറിപ്പോകരുത്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. അപ്പം യഹോവ ഭക്തി എന്ന് പറയുന്നത് എന്താ? യഹോവയിലുള്ള ആശ്രയമാണ്. ഹല്ലേലൂയ. നിന്റെ ആശ്രയമാണ് നിന്റെ യഹോവ ഭക്തി. സ്തോത്രം. അത് ഒരു നാളും നിന്നെ കൈവിടുകയില്ല. ഏത് കഷ്ടതയുടെ നടുവിലൂടെ നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു സ്വർഗസ്ഥനായ ദൈവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭക്തിയോടുകൂടി ആരാധിക്കുന്നത്. അതേ ദൈവമക്കളെ, ചില വ്യക്തി ജീവിതങ്ങൾ, സ്തോത്രം, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, നിങ്ങൾ തീച്ചൂളയുടെ നടുവിലായിക്കൊള്ളട്ടെ, നിങ്ങൾ ചെങ്കടലിന്റെ നടുവിലാണോ നിൽക്കുന്നത്, അതുപോലെയുള്ള വിഷയങ്ങളാണോ നിങ്ങളെ ഭാരപ്പെടുത്തുന്നതെങ്കിൽ നിന്റെ യഹോവ ഭക്തിയുടെ മൂർച്ച നീ നാളുകളിൽ കൂട്ടുക. യഹോവയോട് പറ്റിയിരിക്കുക. ഏത് വിഷയത്തിൻ്റെ നടുവിൽ, തീച്ചൂളയായിക്കൊള്ളട്ടെ, സ്തോത്രം, കടുത്ത ചൂടായിക്കൊള്ളട്ടെ, കടുത്ത കൊടുങ്കാറ്റ് പോലെ വിഷയമായിക്കൊള്ളട്ടെ, ഏത് പെരുവെള്ളം പോലത്തെ വിഷയമായിക്കൊള്ളട്ടെ, അതിൻ്റെ നടുവിൽ സ്തോത്രം, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. യഹോവ ഭക്തന് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ഒരു ഭുജമുണ്ട്, അല്ലെങ്കിൽ യഹോവ ഭക്തന് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ഒരു വലങ്കൈയുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിനു വേണ്ടി നമുക്ക് നിൽക്കാൻ, ദൈവമക്കളെ ഭക്തിയോടുകൂടെ ജീവിക്കുക. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസമല്ല, അത് അത്രയോ ഭക്തിയോടെ ജീവിക്കാം. അത്രത്തോളം നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു.